ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കുക്കറിൻ്റെ വെയിറ്റ് വൃത്തിയാക്കുന്നതാണ്. ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് വൃത്തിയാക്കിയപ്പോഴേ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കുക്കറിൻ്റെ വെയിറ്റ് വൃത്തിയാക്കുക എന്നുള്ളത്. നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കുക്കറിൽ വെച്ചിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇടുക, ആവി പോയി കഴിയുമ്പോഴേ വെയിറ്റ് ഊരി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തോരം അഴുക്കുകളൊക്കെ കയറിയിരുന്ന് നമ്മൾ മാസങ്ങളോളം വൃത്തിയാക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പടി അഴുക്കിരുന്ന് അത് പുഴുവാകുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. നമ്മളുടെ വെയിറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നോക്കണം. അതിൻ്റെ ഉൾഭാഗത്ത് നമ്മളിങ്ങനെ കുക്കർ വിസിൽ ആവി വന്ന് വെയിറ്റ് പൊങ്ങുമ്പോൾ അതിൻ്റെ ഇടയിലേക്കൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കയറിയിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് വൃത്തിയാക്കുവാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. പിന്നെ ഒഴിക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ്. അതും കൂടി ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വളരെ മിടുക്കനാണല്ലോ. അതോടൊപ്പം തന്നെ ലിക്വിഡ് ഡിഷ് വാഷും കൂടി ഒഴിച്ചപ്പോൾ വളരെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു മിശ്രിതമായിട്ട് മാറി. അതിലേക്ക് നമുക്കതിന് മുമ്പായിട്ടൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഉൾഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നെടുക്കാം. നമ്മളുടെ വെയിറ്റിൻ്റെ ഉൾഭാഗം കാണണമെങ്കിൽ അതിൻ്റെ മേളിലുള്ള ആ ടോപ്പ് ഇതുപോലെ അങ്ങ് ഊരിയെടുക്കുക. അപ്പോൾ കണ്ടോ, അതിൻ്റെ ഉൾഭാഗത്തൊക്കെ എന്തോരം അഴുക്കായിരിക്കുന്നു നോക്കിയേ. ഞാനിപ്പോൾ ഒരു 2-3 മാസമായി ഇത് വൃത്തിയാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഊരി നോക്കിയാൽ അതിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്കുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ അഴുക്ക് ഇങ്ങനെ കട്ട പിടിച്ച് പുഴുവൊക്കെ വന്നിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വർഷങ്ങളോളം ഇങ്ങനെ അല്ലെങ്കിൽ മാസങ്ങളോളം വൃത്തിയാക്കാതെ വെച്ചാൽ. ഇപ്പം ഞാനതെല്ലാം കൂടി തുറന്ന് വെള്ളത്തിലേക്ക് ആ മിശ്രിതത്തിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ ഞാനൊരു ബഡ്സാണ് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ ബഡ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഹോളിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് ആ ഹോളിലുള്ള അഴുക്കൊക്കെ നമ്മൾക്ക് തോണ്ടിയെടുത്ത് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. എന്തോരം അഴുക്കായിരുന്നു എന്ന് അറിയാമോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, ആ ബഡ്സിൻ്റെ നിറം നോക്കി. അതുപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഇത് ബഡ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതിട്ട് ഉൾഭാഗമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും അഴുക്കും ഒക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വൃത്തിയാക്കിയില്ല എങ്കിൽ അത് അവിടെ ഇരുന്ന് അത് വളരെ മണവും ഉണ്ടാകും. അതുപോലെ തന്നെ അതങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിയുമ്പോൾ പുഴുക്കളായിട്ടൊക്കെ മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ വെയിറ്റൊക്കെ എടുത്ത് ഇതുപോലെ തുറന്ന് നോക്കി അതിൻ്റെ ഉൾഭാഗമൊക്കെ തുറക്കുമ്പോൾ നമുക്കറിയാം ധാരാളം അഴുക്കുകൾ ഇരിക്കുന്നത് കാണാം. വൃത്തിയാക്കാത്ത വെയിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗവും അതിൻ്റെ പുറം ഭാഗവും ഒക്കെ ഇങ്ങനെ ഒരു ബ്രഷോ ബഡ്സോ ഒക്കെ ഇട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മളെപ്പോഴും എല്ലാ ദിവസവും നമ്മൾ കുക്കർ പല പ്രാവശ്യം പല ഭക്ഷണ സാധനങ്ങളും വേവിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വെയിറ്റ് നമ്മൾ അതിന് തന്നെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ തന്നെ നമ്മൾ വിസിൽ വന്ന ഗ്യാസ് ആവി പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് പൊങ്ങുന്ന സമയത്ത് ആ ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ കണികകളൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിലേക്കൊക്കെ തെറിച്ച് വീഴും. അത്രയ്ക്ക് ഫോഴ്സിലാണല്ലോ അതങ്ങനെ വെയിറ്റ് പൊങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് ഇത് വളരെ ദോഷമാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. സിമ്പിൾ കാര്യമാണ്, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ദോഷം ചെയ്യും. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? നിങ്ങളിങ്ങനെ വൃത്തിയാക്കാറുണ്ടോ? വൃത്തിയാക്കാറില്ല എങ്കിൽ നിങ്ങളുടെ വെയിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് അതിൻ്റെ ടോപ്പൊക്കെ ഊരി ഒന്ന് നോക്കണം. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. എന്നാലേ നമ്മളുടെ വെയിറ്റൊക്കെ ഇങ്ങനെ ക്ലീൻ ആവത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങളൊക്കെ പോകത്തുള്ളൂ. ഇതുപോലെ ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും ഒക്കെ ഒഴിച്ച് വൃത്തിയാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഇടുമ്പോൾ തന്നെ അത് ആ വെള്ളത്തിൽ ആ അഴുക്കൊക്കെ ലയിച്ച് പെട്ടെന്നൊന്ന് പതുക്കെ ഒന്ന് നമ്മൾക്ക് തേച്ച് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കും.
നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത് നിങ്ങളിങ്ങനെ ചെയ്യാറില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ഒന്ന് ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തെ ടോപ്പൊക്കെ ഊരി അതിൻ്റെ ഉൾഭാഗത്തെ എങ്ങനെയാണ് അഴുക്കുണ്ടോ എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അത് നമ്മളുടെ ഹെൽത്തിന് വളരെ പ്രയോജനപ്പെടും. അതുകൊണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, നിസ്സാര കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു വെയിറ്റ് പോകാതെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ അത് കുക്കറിൻ്റെ ഒന്നും ഊരി മാറ്റി ഒരു സ്ഥലത്ത് വയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ വൃത്തിയാക്കുന്ന കാര്യം അങ്ങനെ വൃത്തിയാക്കണോ എന്നുള്ളൊരു ചിന്ത നമ്മൾക്കുണ്ടാകും. പക്ഷെ അത് ഊരി കഴിയുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അഴുക്കുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി വൃത്തികേടായിട്ടിരിക്കുന്നത് നമ്മൾക്ക് തുറക്കുമ്പോഴായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ അതവിടെ ഇരുന്ന് അത് കുറേ നാൾ കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് പുഴുവും അതും ഒക്കെ ഉണ്ടാകും. പിന്നെയും നമ്മൾ ആ വെയിറ്റ് തന്നെയായിരിക്കും കുക്കറിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ വെയിറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ആ ഹോളിൽ കൂടി അതൊക്കെ നമ്മളുടെ ഭക്ഷണ സാധനത്തിലേക്ക് വീഴുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വയ്ക്കുക എന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരിക്കാം, എന്നാലും ഞാൻ വൃത്തിയാക്കിയപ്പോഴും നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വൃത്തിയാക്കിയില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കണം. ഇപ്പം ഞാനത് എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായില്ലേ? കണ്ടോ, നല്ല നിറം നേരത്തെ പോലെയാണോ? നല്ല ക്ലീനായിരിക്കുന്ന കണ്ടോ. നേരത്തെ അതിൻ്റെ പുറമേയൊക്കെ നിറച്ച അഴുക്കായിരുന്നു, ഇപ്പം നല്ല സൂപ്പറായി. കണ്ടോ, ഇതുപോലെയൊക്കെ വൃത്തിയാക്കി ഇപ്പം പുതിയതുപോലെയായി. ഇപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ പുറം ഭാഗം കണ്ടോ, നേരത്തെ ഇത് നിറച്ച് ചുറ്റിനും അഴുക്കായിരുന്നു, ഉൾഭാഗവും പുറത്തും ഒക്കെ ഈ വേസ്റ്റായിരുന്നു. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുന്ന് അത് ചീത്തയായി ഇരിക്കുകയായിരുന്നു. 2-3 മാസം കൊണ്ടാണ് ഇത് ഇത്രയും അഴുക്കായത്. ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കാറുള്ളതാണ്. അപ്പോൾ വർഷങ്ങളോളം വൃത്തിയാക്കാതിരുന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മളിത് തുറന്ന് നോക്കണം ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന്. ഇത് തുറക്കാൻ വളരെ എളുപ്പമാണല്ലോ. ഇതിൻ്റെ ആ ടോപ്പ് നമുക്ക് അതകത്തേക്ക് വയ്ക്കണമെങ്കിൽ അവിടെ ഒരു ഹോളുണ്ടല്ലോ, അതിലേക്ക് ആ ടോപ്പിൻ്റെ ഉൾഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് തുണി കൊണ്ട് തുടച്ച് വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഈ വെയിറ്റ് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലുണ്ടാകരുത്. എന്നിട്ട് നമുക്ക് ആ കുനിപ്പുള്ള ഭാഗം ആ ഉള്ളിലത്തെ ഒരു ഹോളുണ്ട്, അതിലേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ മുറുക്കി വെച്ചാൽ മതി. കണ്ടോ, ഈ ടോപ്പ് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് കാണത്തില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ പുറത്ത് അതിൻ്റെ ടോപ്പുണ്ട്, അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള അഴുക്ക് നമ്മൾ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തെ എങ്ങനെയുണ്ട്, ഉൾഭാഗത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വൃത്തിയാക്കാൻ ഉള്ളവരൊക്കെ എടുത്ത് വൃത്തിയാക്കുക. കണ്ടോ, ഇപ്പം പുതിയതുപോലെയായി നമ്മളുടെ വെയിറ്റ്. കണ്ടോ, നിഷ്പ്രയാസം നമ്മൾക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വെയിറ്റുകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കുക. വൃത്തിയാക്കാത്തവർ ഒന്ന് തുറന്ന് നോക്കുക, അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട്, അഴുക്കുണ്ടോ എന്നൊക്കെ. ഇതിൻ്റെ ടോപ്പ് മാറ്റിക്കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിഷ്പ്രയാസം വൃത്തിയാക്കിയെടുത്തു. കണ്ടോ, ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു പണിയാണ്. ഓക്കെ.